തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ടെടുപ്പ് മറ്റന്നാൾ നടക്കാനിരിക്കെ പ്രതിപക്ഷ പാർട്ടിയായ AIADMK പിളർപ്പിലേക്ക്. മുതിർന്ന നേതാവ് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 34 AIADMK MLA-മാർ TVK പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായാണ് സൂചന. CV ഷൺമുഖം പിന്തുണ കത്തുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയെ കാണാൻ ശ്രമിക്കുന്നതായും വിവരങ്ങളുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിൽ 120 MLA-മാരുടെ പിന്തുണ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി വിജയ്. അതിനിടെ നിയുക്ത MLA-മാരുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുകയാണ്. பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் ഇന്ത്യ നാട്ടിൻ ഇരയാൺമയെയും ഒരുമൈപ്പാട്ടെയും. ഷബീൻ മെഹബൂബ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷബീൻ, ഈ CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള AIADMK MLA-മാർ ഇപ്പോൾ വിജയെ കണ്ട് പിന്തുണ വാഗ്ദാനം ചെയ്തു എന്ന വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാവുന്ന ഒന്ന് തന്നെയാണോ? അങ്ങനെയെങ്കിൽ AIADMK-യിലെ പിളർപ്പ് ഇല്ലാതാക്കാൻ പളനിസ്വാമി അടക്കമുള്ള ആളുകൾക്ക് അവസാന നിമിഷം കഴിയാതെ വരുമോ? പിളർപ്പ് തന്നെയാണോ നടക്കാൻ പോകുന്നത്? തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം AIADMK വലിയൊരു പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ കൗതുകകരമായ സംഭവവികാസങ്ങൾക്കാണ് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ സത്യപ്രതിജ്ഞ നടന്നുകൊണ്ടിരിക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. AIADMK-യിലെ 47 MLA-മാരിൽ 34 പേരും TVK-യെ പിന്തുണക്കാൻ തയ്യാറായതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുതിർന്ന നേതാവ് CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 34 MLA-മാർ TVK-ക്കുള്ള പിന്തുണക്കത്ത് തയ്യാറാക്കി നിൽക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ തമിഴ് മാധ്യമങ്ങൾ നൽകുന്ന സൂചന ഈ പക്ഷം 34 MLA-മാർ TVK-യെ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതേപോലെ തന്നെ 2021-ലെയും 2026-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ദയനീയമായ പരാജയമാണ് AIADMK ഏറ്റുവാങ്ങിയത്. അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എടപ്പാടി പളനിസ്വാമിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം എന്നതാണ് ഈ വിമത MLA-മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. 34 MLA-മാരുടെ പിന്തുണയുള്ളതുകൊണ്ട് ആകെ 47 MLA-മാരാണ് AIADMK-ക്കുള്ളത്. 34 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കുള്ളത് കൊണ്ട് കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഈ വിമത MLA-മാർ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ പിന്തുണ തീർച്ചയായിട്ടും TVK-ക്ക് ലഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേപോലെ തന്നെ മറ്റന്നാളാണ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം, വിശ്വാസ വോട്ടെടുപ്പിനുള്ള അവസരം. നിലവിൽ 120 MLA-മാരുടെ പിന്തുണയാണ് വിജയുടെ TVK-ക്കുള്ളത്. TVK-യുടെ 107 MLA-മാർ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ 5, മുസ്ലിം ലീഗിന്റെ 2, CPI-യുടെയും CPM-ന്റെയും 2 വീതം MLA-മാർ, അതേപോലെ VCK-യുടെ 2 MLA-മാർ, ഇങ്ങനെ 120 MLA-മാരുടെ പിന്തുണയാണ് വിജയ്ക്ക് നിലവിലുള്ളത്. അത് സഭയിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. അതോടൊപ്പം AIADMK-യുടെ പിന്തുണ കൂടി ലഭിച്ചാൽ വളരെ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് വിജയ് പക്ഷത്തിനുള്ളത്. സൈഫുദ്ദീൻ.